നിങ്ങൾ ഈ കൈവശവും ബാധ ദോഷമൊക്കെ വരുന്ന ആളുകൾ, അതായത് രാഹുലിൻ്റെ ഉള്ളിൽ ഒരു പോയിസണും ഉണ്ട്, ഒരു എനർജി ഉണ്ട്, നെഗറ്റീവ് എനർജി ഉണ്ട് രാഹുലിൻ്റെ ഈ കൈവശത്തിലുണ്ട്. അതാണ് രാഹുലിനെ കൺട്രോൾ ചെയ്യുന്നത്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇതെങ്ങനെ മാറുന്നത്? സ്പ്രെഡ് ആവാൻ തുടങ്ങുമ്പോൾ എന്ത് പറ്റും? രാഹുലിൻ്റെ ഉള്ളിൽ ഒരു പോയിസണും ഉണ്ട്, ഒരു എനർജിയും ഉണ്ട്, കൈവശത്തിലൂടെ കിട്ടിയ എനർജി ഉണ്ട്. വളരെ സെക്യൂറായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചെയ്യുന്നു നിങ്ങൾക്ക് എന്ന് തോന്നുന്നു അന്നേ ഈ മെഡിറ്റേഷൻ നിർത്താവും. വീടിൻ്റെ അകത്ത് ഫുള്ളും ബ്ലഡിൻ്റെ സ്മെല്ലും കാര്യങ്ങളും പ്രശ്നങ്ങളും ഫുഡ് കഴിക്കുമ്പോഴും ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? ഇതെല്ലാം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് മെഡിറ്റേഷൻ തന്നെ ഒരു നെഗറ്റീവായിട്ട് ബാധിക്കും. ഉറപ്പല്ലേ? ഏറ്റവും കൂടുതൽ മാനസിക രോഗികളുള്ളത് ഏത് മേഖലയിലാണ്? വെറും മ്യൂസിക്കുകൾ കേട്ട് കണ്ണുകൾ അടച്ചിരുന്ന് കിളി പോയിരുന്ന എത്ര പേരാണ്? ഏറ്റവും കൂടുതൽ മാനസിക രോഗികൾ ജീവിക്കുന്നത് സ്പിരിച്വൽ മേഖലയിലാണ്. കാരണം സ്പിരിച്വാലിറ്റി എന്താണെന്ന് തിരിച്ചറിയാനുള്ള ബോധമില്ലാതെ സ്പിരിച്വൽ മേഖലയിലോട്ട് വരരുത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ലൊരു ഗുരു വേണമെന്നും നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ ആരെങ്കിലും വേണമെന്ന് പറയുന്നത്. ഈ കൈവശം, ബാധാദോഷം അതേപോലുള്ള കാര്യങ്ങളൊക്കെ ബാധിച്ച് ഒരുപാട് പൂജയും മന്ത്രവും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടും ഒരു രക്ഷയുമില്ലാത്ത ആളുകൾ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ട്. ലാസ്റ്റ് വഴിയാണല്ലോ ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ കൈവശവും ബാധ ദോഷമൊക്കെ വരുന്ന ആളുകൾ നല്ല അമ്പലങ്ങളിലൊക്കെ പോയി നല്ല തിരുമേനികന്മാരുടെ അടുത്ത് പോയിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് വന്നാൽ മതി. എനിക്കതാണ് സന്തോഷം. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും അതിനകത്ത് കേൾക്കാനില്ലല്ലോ. ഇനിയിപ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നല്ല. ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിനൊക്കെ ചിലവാകുന്നത് കേട്ടോ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് എങ്ങനെ മാറുന്നത് എന്നുള്ളതല്ലേ. നമുക്ക് കൈവശം എടുക്കാം. സബ്ജക്റ്റ് കൈവശത്തിലൊരു വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നത്? റിയാലിറ്റി കൈവശം കൊടുക്കുന്നു. അത് ഏതെങ്കിലും രൂപത്തിലാവാം കൈവശം കൊടുക്കുന്നു. മഷി രൂപത്തിലോ ഭസ്മ രൂപത്തിലോ ഭക്ഷണ രൂപത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന മാംസാര ആഹാരത്തിലൊക്കെ കൈവശം കൊടുക്കുന്നു. കൈവശം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതൊരു പോയിസണാണ്, ഒരു കെമിക്കലാണ്. ആ കെമിക്കൽ പ്ലസ് അതിനകത്തേക്ക് കൊടുത്തിരിക്കുന്ന ആ ധാരണ ചെയ്ത് കൊടുത്തിരിക്കുന്ന മന്ത്രം ഉപയോഗിച്ച് കൊടുത്തിരിക്കുന്ന എനർജിയും കൂടി അതിനകത്തുണ്ട്. ഈ സാധനം ഒരാളുടെ വയറ്റിലോട്ട് എത്തുന്നു. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം രാഹുലിന് കൈവശം കിട്ടിയെന്ന് കരുതുക. ആ നിമിഷം മുതൽ രാഹുലിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് ചോദ്യം. എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇതിനകത്ത് രാഹുലിന് ആരോഗ്യപരമായ ഇഷ്യൂസ് പതുക്കെ സ്റ്റാർട്ടാവും. ഇതിലൂടെ രാഹുലിൻ്റെ പേഴ്സണാലിറ്റി പതുക്കെ ചേഞ്ച് ആവും. രാഹുലിൻ്റെ പേഴ്സണാലിറ്റി ചേഞ്ചായി ഒത്തിരി റോങ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രാഹുലിൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾക്കെല്ലാം രാഹുലിനോട് വെറുപ്പ് തോന്നും. രാഹുലിൻ്റെ ജോലി നഷ്ടപ്പെടും. ഇതെല്ലാം സംഭവിക്കുമ്പോൾ രാഹുൽ സ്ട്രെസ്സിലോട്ട് പോകും, ടെൻഷനിലോട്ട്, ഡിപ്രഷനിലോട്ട് പോകും. രാഹുൽ പതുക്കം മദ്യവും മറ്റു ലഹരികളും ഉപയോഗിക്കാൻ തുടങ്ങും. ഇതുമൂലം രാഹുലിൻ്റെ ജീവിതം കുളമായി. രാഹുൽ അവസാനം എവിടെയെങ്കിലും പോയി കെട്ടിത്തൂങ്ങി മരിക്കും. ഇതാണ് കൈവശത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് എൻഡ് എന്ന് പറയുന്നത്. അപ്പം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇത് എവിടെ ബാധിച്ചു? രാഹുലിൻ്റെ മാനസികാവസ്ഥയെ ബാധിച്ചു. കൈവശം എന്ന് പറയുന്ന ഈ കൂട്ടുകൾ, ഈ പറയുന്ന എനർജി, നെഗറ്റീവ് എനർജി രാഹുലിൻ്റെ മാനസികാവസ്ഥയെ ബാധിച്ചു. നമുക്കിതെങ്ങനെ മെഡിറ്റേഷൻ ചെയ്ത് മാറ്റാം? എന്താണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഡെവലപ്പ് ആവുന്നത്? അതായത് രാഹുലിൻ്റെ ഉള്ളിൽ ഒരു പോയിസണും ഉണ്ട്, ഒരു എനർജി ഉണ്ട്, നെഗറ്റീവ് എനർജി ഉണ്ട് രാഹുലിൻ്റെ ഈ കൈവശത്തിലുണ്ട്. അതാണ് രാഹുലിനെ കൺട്രോൾ ചെയ്യുന്നത്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇതെങ്ങനെ മാറുന്നത്? മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്, കണ്ണുകൾ അടച്ചിരുന്ന് മുകളിലോട്ട് നോക്കി താഴത്തോട്ട് നോക്കി നിങ്ങൾ കുറേ അഫോർമേഷൻ കൊടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ സംഭവിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ കുറേ അത് സംഭവിക്കും. ഇതൊന്നല്ല മെഡിറ്റേഷൻ, തെറ്റിദ്ധരിക്കരുത്. മെഡിറ്റേഷൻ എല്ലാം ഡിഫറൻ്റ് ആണ്. നിങ്ങൾ പറയുന്നത് ഫോക്കസ് ടെക്നിക്കോ അഫോർമേഷൻ്റെ ഭാഗമായിട്ടൊക്കെ ആൾക്കാർ കൊടുക്കുന്ന, കാരണം ഒരുപാട് ആൾക്കാർ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നുണ്ട്. അതൊന്നല്ല മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എല്ലാം ഡിഫറൻ്റ് ആണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഹൈ എനർജീനെ, ഈ പറയുന്ന പ്രാണോർജ്ജത്തെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ശരീരത്തിലോട്ട് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ബോധത്തിന് പരിണാമം സംഭവിക്കുന്ന ഒന്നാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കൊടുക്കുന്ന മെഡിറ്റേഷൻ, ഞാനിപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന മെഡിറ്റേഷനാണ്. അത് എനർജി മെഡിറ്റേഷനാണ്. രാഹുലിന് ഞാൻ ഈ മെഡിറ്റേഷൻ തരും. ഇപ്പോൾ രാഹുലിൻ്റെ ഉള്ളിൽ നിലവിൽ കൈവശവും ഉണ്ട്, ആ കൈവശത്തിൽ അടങ്ങിയിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജമുണ്ട്. രാഹുലിൻ്റെ മാനസികാവസ്ഥയെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. രാഹുലിൻ്റെ എന്തുകൊണ്ട് മാനസികാവസ്ഥയെ കൺട്രോൾ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത്. ഈ മൈൻഡ് റോങ് ആവുമ്പോഴാണ് നമ്മൾ ഈ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തെറ്റ് ചെയ്യുന്നത്. ഡിസോർഡർ സംഭവിക്കും. നന്നായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തൻ താഴെ പോകും, നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ബന്ധങ്ങൾ താഴെ പോകും. എന്നിട്ട് എല്ലാം തകരും. രാഹുലിനെ ഇത് കൺട്രോൾ ചെയ്യാനോ മാനേജ് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയിലൂടെ രാഹുൽ മാറും. ഇതായിരിക്കും വന്നെത്തുന്നത്. ഇപ്പോൾ സിനിമാ മേഖലയിൽ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സിനിമാ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കാണ്. സിനിമാ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ, പോലീസുകാർ, ഈ പറയുന്ന ഡോക്ടേഴ്സ്, ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഇത് ഭയങ്കര കൂടുതലാണ്. കാരണം ഈ ആളുകളുമായിട്ട് ഇടപെടുന്ന ആളുകളാണ് ഇവരെല്ലാവരും. ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിൻ്റെ ഉള്ളിൽ പതുക്കെ എനർജി ഡെവലപ്പ് ആവാൻ തുടങ്ങും. എന്ത് എനർജി? വളരെ പ്യുവറായ പ്രാണോർജ്ജത്തിൻ്റെ എനർജി, വൈറ്റൽ എനർജി ഡെവലപ്പ് ആവാൻ തുടങ്ങും. ഈ വൈറ്റൽ എനർജി
ഡെവലപ്പായി എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ബോഡിയിൽ പതുക്കെ സ്പ്രെഡ് ആവാൻ തുടങ്ങും. ഈ എനർജി സ്പ്രെഡ് ആവാൻ തുടങ്ങുമ്പോൾ എന്ത് പറ്റും? രാഹുലിൻ്റെ ഉള്ളിൽ ഒരു പോയിസണും ഉണ്ട്, ഒരു എനർജിയും ഉണ്ട്, കൈവശത്തിലൂടെ കിട്ടിയ എനർജി ഉണ്ട്. ഈ എനർജിക്ക് മുകളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വൈറ്റൽ എനർജി ഡെവലപ്പ് ആവാൻ തുടങ്ങും. നമ്മൾ എനർജി കൂട്ടി വരുമ്പോൾ അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അടങ്ങിയിരിക്കുന്ന എനർജി, ആ എനർജി വേറൊരാൾ ചെയ്തു വെച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജി ആയിരിക്കുമല്ലോ, അതിനേക്കാളും മുകളിൽ നമ്മുടെ എനർജി എന്ന് വരുന്നു അന്ന് ഈ എനർജീസ് ഡൗൺ ആയി പോകും, അത് ഇല്ലാണ്ടായി പോകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഈ എനർജിനെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവന്ന് നമ്മുടെ എല്ലാ ബോഡിയിലോട്ടും നമ്മുടെ മൈൻഡിനും നമ്മുടെ ശരീരത്തിലോട്ടും എല്ലാം ഈ എനർജി സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് കൈവശം കിട്ടിയിരിക്കുന്ന ഈ എനർജി ഇല്ലാണ്ടായി പോവുകയും ചെയ്യും. പ്ലസ് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന കൈവശം നിങ്ങൾ ഈ എനർജി ഈ മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങൾ ഒമിറ്റ് ചെയ്യാൻ തുടങ്ങും. ഒമിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ലൂസ് മോഷൻ സംഭവിക്കും. ആ എനർജി അതിലൂടെ പുറത്ത് പോകും. മെഡിറ്റേഷൻ മുടക്കരുത്, ഇതിൻ്റെ എഫക്റ്റ് പോവില്ല. കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് നാളെങ്കിലേ പൂർണ്ണമായിട്ടും പുറത്ത് വരും. നിങ്ങളുടെ നെഞ്ചിൽ നിന്നൊരു ഭാരം പോയതുപോലെയും നിങ്ങളുടെ തലയിൽ നിന്നൊരു കനം പോയതുപോലെയും നിങ്ങൾ കുറച്ചുകൂടി ഇതുവരെ നിങ്ങളോട് വെറുപ്പ് കാണിച്ച ആളുകൾ നിങ്ങളോട് സംസാരിക്കാൻ വരികയും നിങ്ങളുടെ പ്രൊഫഷണൽ മുന്നോട്ട് പോവുകയും നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് കുറച്ച് ഉയർന്ന സ്ഥാനം കിട്ടുകയും പണം നിങ്ങൾ അതുവരെ എവിടേക്കോ ചിലവാക്കിക്കൊണ്ടിരുന്ന പണം വളരെ സെക്യൂറായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് എന്ന് തോന്നുന്നു അന്നേ ഈ മെഡിറ്റേഷൻ നിർത്താവും. അതുവരെ നിർത്താൻ പാടില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് അതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറിയെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നി, നിങ്ങൾ ഈ പ്രശ്നത്തിൽ നിന്ന് മാറി നിങ്ങൾ പോസിറ്റീവ് ആയെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്താണ് ഇത് മാറുന്നത്. അതല്ലാതെ ഞാൻ രാഹുലിനെ വിളിച്ചെടുത്തിട്ട് രാഹുലെ ഒരു 50,000 രൂപ ഞാനൊരു പൂജ ചെയ്തു തരാം എന്ന് പറഞ്ഞൊരു പൂജ ചെയ്തിട്ട് ഞാൻ പറയാം മാറി വീട്ടിൽ പോക്കോ, അതെന്നാ ലോജിക്ക? അതെങ്ങനെ ശരിയാവും? രാഹുലിന് ഫീൽ ചെയ്യണം. പക്ഷെ ഇത് ഇപ്പോഴും ഒരു ദുർമന്ത്രവാദമാണ് അല്ലെങ്കിൽ ദുരാചാരമാണ് എന്ന് പറയുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് അതിനോട് പറയുന്നത്? മെഡിറ്റേഷനോ അല്ല, ഇപ്പൊ ഈ കൈവിഷമാണെങ്കിലും ഇതെല്ലാം അത് വെറും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതെല്ലാം നമ്മൾ ദുർമന്ത്രവാദമാണ് അല്ലെങ്കിൽ ദുരാചാരമാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാർ. എനിക്ക് ആ ചോദ്യം ക്ലിയർ ആയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അതെ, അങ്ങനെയൊന്നും ഇല്ല ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞോട്ടെ, അതിനിപ്പോ എന്താ പ്രശ്നം? രാഹുൽ ഇതെന്താ പ്രശ്നം? ഇപ്പൊ രാഹുൽ ഇല്ല എന്ന് പറയുന്നു എൻ്റെ അടുത്ത് വന്നിട്ട്, ചേട്ടൻ പറഞ്ഞത് വെറുതെയാണ്, ഇങ്ങനത്തെ സംഭവങ്ങളില്ല. പിന്നെ ഒരു കൈവശത്തിനകത്ത് ഞാൻ സ്ഥിരം കാണുന്നല്ലേ കേൾക്കുന്ന കൈവശത്തിനകത്ത് എന്ത് ഭസ്മോ ഇതൊക്കെ. രാഹുൽ എനർജി ഉണ്ടോ? സമ്മതിച്ചോ? ഈ എനർജീനെ നമുക്കൊരു ബോഡിയിലോട്ട് കടത്തിവിടാനും നമുക്ക് ആ ബോഡിയിൽ മാറ്റങ്ങൾ വരുത്താനും സാധിക്കുമല്ലോ. നമ്മുടെ ഓരോ കോശങ്ങളും നമ്മൾ ഈ ഭൂമിയും ഈ പ്രപഞ്ചവും എല്ലാം ഒരു എനർജിയിലാണ് നിൽക്കണമെന്ന് സമ്മതിച്ചോ? അങ്ങനെയെങ്കിൽ ഒരു വസ്തുവിലോട്ട് നമുക്ക് എനർജി കടത്തിവിടാൻ പറ്റും. ആ വസ്തുവിൽ നമുക്ക് എനർജി ഹോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഈ ഇരിക്കുന്ന വിഗ്രഹങ്ങളിൽ ഈ പറയുന്ന ആരാധനകളിൽ ഒന്നും ഈ പറഞ്ഞ എനർജി ഇല്ല നമ്മൾ സമ്മതിക്കണം. പക്ഷെ നമ്മുടെ ബോഡി എല്ലാം പ്രൊട്ടക്റ്റഡ് അല്ലേ? എവിടെ നിന്ന് പ്രൊട്ടക്ഷൻ വരുന്നത്? എല്ലാ മനുഷ്യർക്കും എന്ത് പ്രൊട്ടക്റ്റഡാ? ജനിക്കുമ്പോൾ മുതൽ കുട്ടികൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ പ്രൊട്ടക്ഷൻ എപ്പോഴാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്? നമ്മുടെ കർമ്മഫലം കൊണ്ട്. ജനിക്കുന്ന കുട്ടി അതേ പ്യൂരിഫിക്കേഷനിലാണോ 40ാമത്തെ വയസ്സിലിരിക്കുന്നത്? അവൻ എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടോ അവൻ്റെ ജീവിതത്തിൽ? ഉണ്ടാവല്ലോ. അപ്പം ജനിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്ന സിദ്ധികൾ എവിടെ പോയി? അല്ല, ഈ മനുഷ്യരെല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യരല്ല. അല്ല, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ സംഭവിക്കും. രാഹുലിന് കൈവശത്തിൽ സംശയം ഉണ്ടെങ്കിൽ എനിക്ക് രാഹുലിന് തെളിയിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. ഞാൻ എന്തിനാ രാഹുൽ തെളിയിക്കണം? എനിക്കെന്താ അവിടെ ഗുണം? അത് തെളിയിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എനിക്ക് ഒരു ഗുണമില്ല. എനിക്കിതിപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ കൈവശം ഉണ്ടെന്നോ ഈ നെഗറ്റീവായ എനർജീസ് ചെയ്യാൻ പറ്റുന്നോ വിശ്വസിക്കേ വേണ്ട. ഇത് വിശ്വസിക്കേ ചെയ്യരുത്. വിശ്വസിക്കാതെ എന്താ ഗുണം എന്ന് പറയുമ്പോൾ പകുതി നമ്മളെ ബാധിക്കില്ല. അതായത് ഇപ്പം ഞാൻ രാഹുലിനോട് വന്ന് വെറുതെ പറയാം, രാഹുൽ നിനക്ക് ഞാൻ കൈവശം തന്നിട്ടോ, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞായിരിക്കും. രാഹുലിന് അടുത്ത നിമിഷം മുതൽ അതിൻ്റെ ചിന്തകൾ വരാൻ നോക്കും. കൈവശം കിട്ടി, ഞാൻ ചെയ്യുന്നതെല്ലാം പ്രശ്നമാണ്, ഞാൻ നെഗറ്റീവാണ്. അങ്ങനെയാണ് പകുതി 50% ആൾക്കാരും. തോന്നലാണ് അവരുടെ. എനിക്ക് കൈവശം കിട്ടി, എനിക്ക് ദുർമന്ത്രവാദം കിട്ടി, പൂജകൾ കിട്ടിയെന്ന് പറഞ്ഞാൽ തോന്നലാണ്. ഈ തോന്നലുകൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മാനസികമായ പ്രശ്നമാണ്. പക്ഷേ രാഹുലെ ബാക്കി 50% ആൾക്കാർ അപ്പുറമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് വീട്ടിലെ അരിക്കലത്തിൽ അരി ഇടുമ്പോൾ അതിൻ്റെ അകത്ത് മലത്തിൻ്റെ സ്മെല്ല് ഇതെങ്ങനെ വരുന്നു? രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ആൾക്കാർ. ഈ പറയുന്ന സ്ലീപ്പിംഗ് പാരലൈസിങ്ങും പോലുള്ള സാധനങ്ങൾ, അതായത് പിടിവലി, മേഘത്ത് പാട്, ഉപദ്രവങ്ങൾ, കാര്യങ്ങളും. കുഞ്ഞുങ്ങൾക്ക് എന്നും അസുഖം. ഒരു കുഞ്ഞിന് അസുഖം പറയുമ്പോൾ അടുത്ത കുഞ്ഞിന് അസുഖം, അത് കഴിഞ്ഞാൽ അടുത്ത ആൾ. ഈ പറയുന്ന രൂപങ്ങൾ മൊത്തം കാണുന്നു വീട്ടിൽ കിടന്ന്. നെഗറ്റീവായ പ്രസൻസ്. നമ്മൾ എവിടെ ചെന്നാലും നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല, ഒരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല, മൊത്തം നെഗറ്റീവ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ദുർമന്ത്രവാദമാണെന്ന്, ഇതെല്ലാം വെറുതെ ആണെന്ന് രാഹുൽ പറയുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മനുഷ്യരെ മാറ്റി കൊടുക്കേണ്ട വഴിയും കൂടി പറഞ്ഞു കൊടുക്കണം. നമുക്ക് ഇവിടെ നിന്ന് കഥ പറയാം. മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്നും ഇല്ല, ഇതൊക്കെ വെറുതെയാണ്, ഇതൊക്കെ സംഭവം. ഈ അനുഭവിക്കുന്ന മനുഷ്യർക്ക് ഇത് മാറ്റി കൊടുക്കാൻ പറ്റാത്ത എന്താ? ഈ പറയുന്ന ആളുകൾക്ക് എന്താ മാറ്റി കൊടുക്കാൻ പറ്റാത്ത?
ഞാൻ ചെയ്യുന്ന എന്താ, രാഹുൽ ചെയ്യുന്ന ഒന്നാണ്, ഒരു എന്താ പറയുക, മനുഷ്യരെ സഹായിക്കലാണ്. എന്നെ സംബന്ധിച്ച് എന്ത് വേണം, ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കുക, അത്രേ ഉള്ളൂ. എനിക്കതിനകത്ത് ഇപ്പോൾ എനിക്ക് തെളിയിച്ചിട്ട് ഇവിടെ ആരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എനിക്ക് ഒന്നും കിട്ടാനില്ല രാഹുൽ. മനസ്സിലാവുന്നല്ലോ, മനുഷ്യർ അത്രയും പ്രശ്നത്തിലാണ്. ഇത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ ഞാൻ എന്തായി പറയുന്നത്. ഇത് അനുഭവിക്കാത്തവർക്ക് ഇതൊരു സിനിമാ കഥയായിട്ടും ഇതൊരു നോവലായിട്ടും സ്റ്റോറി ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. അനുഭവിക്കാത്ത ആളുകൾ ഭാഗ്യവാന്മാർ. നിങ്ങളിത് അനുഭവിക്കാതിരിക്കട്ടെ, നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ നടക്കണ്ട. ഇത് നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. എന്നാൽ ഇത് അനുഭവിക്കുന്ന കൃത്യമായിട്ട് മാനസിക പ്രശ്നമാണോ ഇത് റിയലാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വീടിൻ്റെ അകത്ത് ഫുള്ളും ബ്ലഡിൻ്റെ സ്മെല്ലും കാര്യങ്ങളും പ്രശ്നങ്ങളും ഫുഡ് കഴിക്കുമ്പോഴും ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? ഇതെല്ലാം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ഇത് കാര്യങ്ങളെല്ലാം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം. നമുക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഹാലൂസിനേഷൻ വരുമെന്ന് പറയുമല്ലോ. അപ്പം അതിനെ ഒരു പ്രേതബാധയായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവായിട്ട് ബാധിച്ചൂടെ? അതായത് മെഡിറ്റേഷൻ തന്നെ ഒരു നെഗറ്റീവായിട്ട് ബാധിച്ചൂടെ? ബാധിക്കും, ഉറപ്പല്ലേ. ഏറ്റവും കൂടുതൽ മാനസിക രോഗികളുള്ളത് ഏത് മേഖലയിലാണ്? സ്പിരിച്വൽ ആണല്ലോ. അതെ, ഏറ്റവും കൂടുതൽ മാനസിക രോഗികൾ ജീവിക്കുന്നതും ഏറ്റവും കൂടുതൽ ഹാലൂസിനേഷൻ കിട്ടുന്നതും ഏറ്റവും കൂടുതൽ മരുന്നുകൾ കഴിക്കുന്നതും ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ അനുഭവിക്കുന്നതും സ്പിരിച്വൽ ആളുകളാണ്. എന്താ കാരണം? തെറ്റായ വഴികളിലൂടെ പോകുന്നുണ്ടാണ്, തെറ്റായ ഗുരുക്കന്മാരുടെ അടുത്ത് പോകുന്നുണ്ടാണ്, തെറ്റായ കാര്യങ്ങൾ യൂട്യൂബ് നോക്കി ചെയ്യുന്നുണ്ട്. എത്ര പേരാ യൂട്യൂബ് നോക്കി മെഡിറ്റേഷൻ ചെയ്യുന്നത്? ഇൻ്റർനാഷണൽ മെഡിറ്റേഷൻസും ഇവിടുത്തെ മെഡിറ്റേഷൻസും ഇവിടുത്തെ മെഡിറ്റേഷനും ഒക്കൾട്ട് പ്രാക്ടീസുകളും ചെയ്യുന്ന എത്ര പേരാ? എത്ര പേരെ മ്യൂസിക്, ഈ വെറും മ്യൂസിക്കുകൾ കേട്ട് കണ്ണുകൾ അടച്ചിരുന്ന് കിളി പോയിരുന്ന എത്ര പേരാ? ഏറ്റവും കൂടുതൽ മാനസിക രോഗികൾ ജീവിക്കുന്നത് സ്പിരിച്വൽ മേഖലയിലാണ്. കാരണം സ്പിരിച്വാലിറ്റി എന്താണെന്ന് തിരിച്ചറിയാനുള്ള ബോധമില്ലാതെ സ്പിരിച്വൽ മേഖലയിലോട്ട് വരരുത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ലൊരു ഗുരു വേണമെന്ന്, നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ ആരെങ്കിലും വേണമെന്ന് പറയുന്നത്. മനസ്സിലാവുന്നില്ല. ഇപ്പോൾ രാഹുൽ യൂട്യൂബ് നോക്കി എന്തെങ്കിലും ഒരു കാര്യം കണ്ട് ചെയ്തു, രാഹുലിന് എന്തെങ്കിലും പറ്റി, രാഹുൽ എന്ത് ചെയ്യും? രാഹുൽ പോയി മെഡിസിൻ കഴിക്കാതെ മാത്രമേ ഉള്ളൂ അതിനകത്ത് വിധി. ചെയ്യരുത്. നിങ്ങൾ യൂട്യൂബ് നോക്കി മെഡിറ്റേഷൻ ചെയ്യരുത്. നിങ്ങൾ ഒരു പരിചയമില്ലാത്ത ജീവിതത്തിൽ ഒരു വളർച്ചയില്ലാത്ത ഒരു വ്യക്തിയുടെ നിങ്ങൾ മെഡിറ്റേഷൻ സ്വീകരിക്കരുത്. നിങ്ങൾക്ക് വലിയ അപകടം സംഭവിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ മെഡിറ്റേഷൻ ചെയ്ത് ഹാലൂസിനേഷൻ കിട്ടിയ എത്ര പേരുണ്ട്? ഞാൻ പേര് പറയുന്നില്ല. എൻ്റെ അടുത്ത് എത്ര പേരെന്ന് പറയുമ്പോൾ പല ഗുരുക്കന്മാരുടെ കീഴിൽ നിന്നും മെഡിറ്റേഷൻ ചെയ്ത് മാനസികമായ വിഭ്രാന്തിലോട്ട് പോയി ഈ പറയുന്ന സൈക്കാട്രി മെഡിസിൻ കഴിച്ച് നടക്കുന്ന 1-2 മിനിറ്റ് കൊണ്ട് മാറ്റാൻ പറ്റുന്ന പ്രശ്നങ്ങളായിരുന്നു ഇവിടെ എല്ലാം. ആ പ്രശ്നങ്ങളെല്ലാം കോംപ്ലിക്കേറ്റഡ് ആക്കി പ്രശ്നങ്ങൾ വരുത്തി ആൾക്കാർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അതായത് അത് കണ്ടു, ഇത് കണ്ടു, ദൈവത്തെ കണ്ടു, അങ്ങനെ കണ്ടു, ഇങ്ങനെ കണ്ടു. കണ്ടോട്ടെ, നല്ല കാര്യം. കണ്ടതിന് ശേഷം അവരുടെ ജീവിതത്തിൽ എന്ത് പറ്റിയെന്നുള്ള, കണ്ടതിന് ശേഷം അവരുടെ ജീവിതം ആകെ തകർന്ന് തരിപ്പടായി പോയി. അതെങ്ങനെ രാഹുൽ ശരിയാവുന്നത്? നമ്മൾ ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടല്ല വേണ്ടേ? തകർന്നു പോകണം എങ്ങനെയാ? നമ്മൾ ഹാലൂസിനേഷൻ കിട്ടുക എങ്ങനെയാ? സോൾ പ്രസൻസ് വരുന്നത് എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ സോളുകൾ കണക്റ്റ് ആവുന്നതും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പ്രശ്നങ്ങൾ ബാധിക്കുന്നതും ഈ തെറ്റായ മെഡിറ്റേഷൻ ചെയ്യുന്ന. ഞാനിപ്പോൾ വളരെ പോസിറ്റീവായ മെഡിറ്റേഷൻ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തെറ്റായ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന സംഭവിക്കും, ഏത് നെഗറ്റീവ് എനർജികളാണ് അവരുമായിട്ട് നമ്മൾ കണക്റ്റ് ആവും. മനസ്സിലാവുന്നത്? കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന എനർജിനെ ചേഞ്ച് ചെയ്യുക. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന എനർജി ചേഞ്ച് ആവുക. കൃത്യമായൊരു ഗുരുവിൻ്റെ കീഴിൽ നിന്ന് കൃത്യമായൊരു ഗൈഡൻസ് സ്വീകരിച്ചാണ് നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം വരില്ല. തിരിച്ചാണെങ്കിൽ നിങ്ങൾ ഈ കണ്ട കംപ്ലീറ്റ് നെഗറ്റീവായ സോളുകളുമായിട്ട് നെഗറ്റീവ് എനർജികൾ നിങ്ങൾ കണക്റ്റ് ആവും. നിങ്ങളുടെ ജീവിതം തകർന്ന് തരിപ്പടായി പോകും. ചെയ്യരുത് ഒരു കാരണവശാലും.